സച്ചിൻ, പാലക്കാട് നാട്ടുകൽ സ്വദേശിക്ക് ഇപ്പോൾ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. എങ്ങനെയാണ് രോഗബാധ ഉണ്ടായത് എന്നതിൽ ഒരു പ്രാഥമിക നിഗമനം ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർക്കുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒപ്പം തന്നെ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ ഏതു തരത്തിലാണ്? മനു, ഔദ്യോഗികമായ അറിയിപ്പ് വൈകിട്ട് 3 മണിയോടുകൂടിയാണ് ആരോഗ്യ വകുപ്പ് പുറത്തുവിടുക. നിലവിൽ പഞ്ചായത്തിന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം കടുത്ത പനിയെ തുടർന്ന് ശ്വാസതടസ്സത്തെ തുടർന്ന് പാലക്കാട് നാട്ടുകൽ സ്വദേശിയായിട്ടുള്ള 38-കാരിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പ്രാഥമികമായി അവിടെ നിന്നും സ്രവം പരിശോധിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിപ്പ പോസിറ്റീവായിരുന്നു. തുടർന്നാണ് പൂനെ വൈറോളജി ലാബിലേക്ക് സ്രവം അയച്ചത്. ഇതിൻ്റെ റിസൾട്ട് ഇന്ന് 3 മണിയോടുകൂടെ തിരികെ ലഭിക്കുമെന്നാണ് നിലവിൽ ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ തന്നെ ജില്ലാ ഭരണകൂടം കൃത്യമായി നിപ്പ പോസിറ്റീവ് ആകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നിയന്ത്രണങ്ങളും നിലവിൽ ഈ തച്ചനാട്ടുകര പഞ്ചായത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്തിലെ ഈ 38-കാരിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന 3 കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായും സച്ചിൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ രോഗം സ്ഥിരീകരിച്ച വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്നറിയണം. മറ്റൊന്ന്, ഇത് ഏത് രീതിയിലാണ്, എങ്ങനെയാണ് രോഗം പിടിപെട്ടത് എന്നതിന്റെ പരിശോധനകളെ കുറിച്ച് കൂടി അറിയേണ്ടതുണ്ട്. ആ പ്രദേശത്തിന്റെ ഒരു സ്വഭാവം എന്താണ്? ഈ വവ്വാലുകളുടെയൊക്കെ ഒരു കൂടുതൽ ആവാസ മേഖലയുള്ള സ്ഥലമാണോ? അതിനെക്കുറിച്ചൊക്കെ ആരോഗ്യ വകുപ്പിന്റെ പരിശോധനകൾ എങ്ങനെയാണ് നടക്കുന്നത്? തീർച്ചയായും മനു, ഇന്നലെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ പരിശോധനകൾ ആരംഭിച്ചിരുന്നു. അതിൽ പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത് സമീപ ഭാഗത്ത്, ഈ വീട് സ്ഥിതി ചെയ്യുന്നതിന് സമീപത്ത് തന്നെ വവ്വാലിൻ്റെ സാന്നിധ്യം ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഒരു മരത്തിൽ നിറയെ വവ്വാലുകൾ ഉള്ളതായി കണ്ടെത്തിയതായി നാട്ടുകാരും അതേപോലെ തന്നെ പഞ്ചായത്ത് മെമ്പറും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ വവ്വാലിൽ നിന്ന് തന്നെയായിരിക്കാം ഇത്തരത്തിൽ നിപ്പ 38-കാരിക്ക് ബാധിച്ചത് എന്നാണ് നിലവിൽ ഒരു പ്രാഥമികമായ നിഗമനം. നിലവിൽ ആ മേഖലയിൽ കൃത്യമായ ആരോഗ്യവകുപ്പിൻ്റെ അതുപോലെ തന്നെ പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ കൃത്യമായ പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ടോടുകൂടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ കർശനമായ നിയന്ത്രണങ്ങൾ, അതായത് ഈ തച്ചനാട്ടുകര പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ 5ഓളം വാർഡുകളിലാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിനാൽ തന്നെ കർശനമായ നിർദ്ദേശങ്ങൾ ഇന്ന് വൈകിട്ടോടുകൂടെ ആ മേഖലയിൽ നടപ്പാക്കുമെന്ന് തന്നെയാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. മനു.